ഇപ്പോൾ വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഒരു ആക്സിഡന്റ് നടന്നാലും നമ്മൾ ഫോൺ എടുത്തത് ലോക്ക് തുറക്കാൻ പറ്റില്ല. ഈ പറയുന്ന ആളുകൾക്ക് ഈ രോഗിക്ക് ഇത് തുറന്നു തരാനും പറ്റില്ല, അതുമില്ല. അപ്പം അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടാണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നോക്കുന്ന അദ്ദേഹത്തിൻ്റെ പേഴ്സോ കാര്യങ്ങൾ. അപ്പോൾ ഒരു പക്ഷേ ഒരാളെടുത്ത് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ATM കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് സാന്ദർഭികമായിട്ട് ഇതൊരു പ്രശ്നമാണല്ലോ. അപ്പം ശരിക്കും നമ്മൾ എല്ലാവരും പേഴ്സിൽ വേറെ തന്നെ നമ്പറൊക്കെ എഴുതി വെക്കണം. അഡ്രസ്സും ഫോൺ നമ്പറും നിർബന്ധമായിട്ട് ഓരോ വ്യക്തികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ദുനിയാവിൽ എപ്പോഴും മരണപ്പെടുക, എപ്പോഴും ആക്സിഡന്റ് സംഭവിക്കുന്ന പടച്ചവനക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ സംഭവിക്കുമ്പോഴൊക്കെ ഒരു 80% ആളുകളെടുത്ത് അഡ്രസ്സ് ഉണ്ടാവില്ല. പിന്നെ നമ്മളത് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് കറങ്ങി തിരിഞ്ഞ നമ്മളിപ്പോൾ ഒരു ഭാഗത്ത് കോഴിക്കോട് ഭാഗത്ത് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കോഴിക്കോട് ഭാഗത്തുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് അതൊക്കെ സമയം ഒരുപാട് എടുക്കുക. പെട്ടെന്ന് സർജറി ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും, പെട്ടെന്ന് നമുക്ക് ബ്ലഡ് കൊടുക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിലും ഈ വലിയ സർജറി, വലിയൊരു എമൗണ്ട് വരുന്ന സർജറിയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ ബന്ധുക്കളുടെ ഒരു റിക്വസ്റ്റ് ഇല്ലാതെ ഒരു ആളും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ ചാനലിലെ മുഴുവൻ ആളുകളും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അഡ്രസ്സും 2 ഫോൺ നമ്പറും, ഒന്നില്ലെങ്കിൽ മകൻ്റെ അല്ലെങ്കിൽ ബന്ധുക്കളെ, അനിയൻ്റെ, ജ്യേഷ്ഠൻ്റെ ആരാണോ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് ഈ 2 പേരുടെയും ഫോൺ നമ്പറും അഡ്രസ്സും നിർബന്ധമായിട്ടും ഓരോരുത്തരും കരുതണം. നമുക്ക് എപ്പോഴാണ് മരണം, എപ്പോഴും ആക്സിഡന്റ് സംഭവിക്കാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ടും നമ്മളെന്തായാലും ജംഷിസലേ നമ്മളതുകൊണ്ട് ഇന്ന് തുടങ്ങാം. നമ്മളൊന്ന് ഫോണിൽ എനിക്ക് തോന്നുന്നത് നമ്പറായിട്ട് പൊതുവെ ഉണ്ടാകാൻ സാധ്യത കുറവാണ്.